തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിലെ പുലികളുടെ കാഴ്ചകളിലേക്ക്, വർണ്ണക്കാഴ്ചകളിലേക്ക് വീണ്ടും നമ്മൾ തിരികെത്തുമ്പോൾ സമയം ഏതാണ്ട് 5:51 ഇപ്പോൾ 6 മണി ഇനി ഏതാണ്ട് കേവലം 9 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാവരും ചോദിക്കുന്നു രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഇവരെ കാണാൻ കഴിയുമോ, ഫുൾ മൊത്തത്തിൽ ഡാർക്ക് ആയിരിക്കില്ലെന്ന് ചോദിക്കുന്നു. അവിടെയാണ് സർപ്രൈസ് ഉള്ളത്. പലതരത്തിലുള്ള പുലികൾ, വർണ്ണക്കുടകളേന്തിയ പുലികൾ, ഒപ്പം തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് LED ലൈറ്റുകളൊക്കെ ധരിച്ചിരിക്കുന്ന പുലികൾ ഇനി വരാനുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഇപ്പോൾ കണ്ട കാഴ്ചകളൊന്നുമല്ല ഇനി വരാൻ പോകുന്നത്, അതിലുമേറെ വലിയ കാഴ്ചകളാണ് എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. സ്മിത ഹരിദാസ് വിയ്യൂർ ദേശത്തിനൊപ്പം വീണ്ടും ചേരുന്നു. സ്മിത, വിയ്യൂർ ദേശക്കാരുടെ ക്യാപ്റ്റനായി സ്മിത ഹരിദാസ് മാറിയിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങൾ. എന്താണ് ഇപ്പോൾ അവസ്ഥ? ഇത്തവണത്തെ കപ്പ്, ഇത്തവണ സമ്മാനം വിയ്യൂർ അടിക്കുമോ? ചലഞ്ച് ചെയ്യാനുണ്ടോ? പ്രജിൻ, ഇതിപ്പോ രാവിലെ തുടങ്ങിയതല്ലേ പ്രജിൻ ഇവരുടെ കൂടെ. അപ്പൊ അത് മാത്രമല്ല, സുർജിത്ത് ആണെങ്കിലും ശ്രീമതി ആണെങ്കിലും ഹാഷ്മിയൊക്കെ ആണെങ്കിലും ഓരോരുത്തരുടെ കൂടെ കൂടിയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഓരോ ടീമിന്റെ കൂടെ കൂടാമല്ലോ. ഇന്നിപ്പോ ഇവരുടെ ഒരു വികാരം ഞാൻ നേരിൽ കണ്ടതാണ്. ഇവര് രാവിലെ മുതൽ അവർ എത്ര നേരത്തെ തുടങ്ങിയതാണ്. ഈ ചായം തേച്ച് ഈ 2 വടി കുത്തിപ്പിടിച്ച് ഈ ചായമൊന്നും വിളകാതെ അങ്ങനെ നിൽക്കുന്നു. അത് മാത്രമല്ല 41 ദിവസത്തെ വ്രതം നോൽക്കുന്നു. എത്രയോ കാലങ്ങളായിട്ട് ഇവർ ഈ ശരീരം ഇങ്ങനെ ഇത്ര ഭംഗിയായി സൂക്ഷിച്ചു വെക്കുന്നു. അപ്പൊ അവരുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു തപസ് ചെയ്യുന്നത് പോലെ, ഒരു മനനം ചെയ്യുന്നത് പോലെയാണ് അവർ. നമ്മുടെ തൊട്ട് പുറകിൽ ഈ വലിയ ആൾക്കൂട്ടം കാണുന്നില്ലേ, അതിന്റെ അപ്പുറത്താണ് നമ്മുടെ പുലികളുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മാർക്കിംഗ് പോയിന്റ്സ് ഉണ്ട്. ആ മാർക്കിംഗ് പോയിന്റ്സ് വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറിക്കൊടുക്കേണ്ടി വരും. കാരണം ആ മാർക്കിലാണ് ഇവരുടെ എല്ലാ പ്രതീക്ഷയും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ആകെ നിശ്ചല ദൃശ്യം, ടാബ്ലോയ്ക്ക് മാത്രമാണ് ഇവർക്ക് മാർക്ക് കിട്ടാതിരുന്നത്. എന്റെ ടീമിന്, എന്റെ വിയ്യൂർ യുവജന സംഘം, പുലിക്കളി സംഘം, ആ ടീമിന് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് മാർക്ക് കിട്ടാതിരുന്നത്. അതും ഇത്തവണ കൊണ്ടുപോകുന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അവരുള്ളത്. അവരുടെ ഒരു ആവേശം അത് കാണാതെ പറയാതെ പറ്റില്ല. ഇന്ന് രാവിലെ മുതൽ നമ്മൾ ആവേശം കാണുന്നതാണ്. പുലിമടയിൽ നേരിട്ട് കയറി ചെന്ന് പുലികളുടെ ആ എല്ലാ തരത്തിലുള്ള രാവിലെ മുതലുള്ള അവരുടെ ആവേശം നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ഈ നഗരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ കുറേശ്ശെ ഇരുട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നു. അസ്തമിക്കാൻ ഇനി അരനാഴിക നേരം മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ആവേശഭരിതമാണ് ഈ തൃശ്ശൂർ നഗരം. നമ്മുടെ വിയ്യൂരിന്റെ ടീം, നമുക്കിപ്പോൾ പുലികളെ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ ആവേശത്തിൽ അവരിങ്ങനെ കളിക്കുകയാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ സൈസ് എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് അവരുടെ ഒരു ചടുലതയുണ്ടല്ലോ. ചില പുലികൾക്ക് അധികം വലിപ്പമൊന്നുമില്ല, പക്ഷെ അവർ കളിക്കുന്നത് കണ്ട പുലി ഇങ്ങനെ ഓടി എല്ലായിടത്തും നിറഞ്ഞ് കളിക്കുകയാണ് അവർ. അത്ര മനോഹരമായ കാഴ്ചയാണ് ഈ തൃശ്ശൂർ നഗരത്തിലല്ലാതെ മറ്റെവിടെ കാണാൻ കഴിയും പ്രജിനിത്? ഈ കാഴ്ചകൾ തൃശ്ശൂരിന് മാത്രം അവകാശപ്പെട്ടതാണ് അല്ലെ? ലോകം മുഴുവനും ഈ കാഴ്ച ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാവുന്ന എന്തെല്ലാം കാഴ്ചകളാണ് തൃശ്ശൂർ നഗരം നമുക്കായി കാത്തുവെക്കുന്നത്. പൂരത്തിന്റെ കാര്യത്തിലായാലും ഈ പുലിക്കളിയുടെ കാര്യത്തിലായാലും ഇതുപോലൊരു 200ഓളം വർഷം പഴക്കമുള്ള ഈ പുലിക്കളി ഇപ്പോഴും ഈ യുവാക്കളെല്ലാവരും തന്നെ ഇത്ര മനോഹരമായത് കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ എല്ലാ ആവേശവും ചോർന്നു. വിയ്യൂർ സംഘത്തിനൊപ്പം ഒരു പുലിയായി സ്മിത ഹരിദാസിനും ഒന്ന് ചുവട് വെച്ചൂടെ എന്ന് ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ. എന്ത് പറയണം? ഞാൻ ചൂടാക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ പ്രജിൻ, നേരത്തെ മാർക്ക് ഇടുന്ന സമയത്തുമ്പോഴേ അവരെ ആ പുലികളെ മാത്രമായിട്ട് നമ്മൾ വിട്ടുകൊടുക്കണം. അല്ലെങ്കിൽ അവരുടെ മാർക്ക് കുറഞ്ഞു പോയാലൊന്ന് മേടിച്ചിട്ട് നമ്മളിങ്ങ് മാറിയെന്നേ ഉള്ളൂ. അല്പസമയത്തിനകം തന്നെ ഈ പുലികൾക്കൊപ്പം ചൂട് വെച്ച് ഞാനും ഉണ്ടാകും. ഒരു സംശയം വേണ്ട പ്രജിൻ. ഞാൻ കുറെ നേരം അവരുടെ കൂടെ താളത്തിൽ തുള്ളുകയായിരുന്നു. ഇതല്ലാതെ മറ്റെന്താണ് നമുക്ക് സന്തോഷം? നമ്മുടെ ഈ ജോലി തിരക്കിനിടയിൽ ഇത് തന്നെയാണ് നമ്മുടെ ആവേശം, നമ്മുടെ സന്തോഷം പ്രജിൻ. സ്മിത ഹരിദാസ് ആണ് വിയ്യൂർ സംഘത്തിനൊപ്പം ചേർന്നത്. അവിടെ ഇപ്പോൾ മാർക്കിടുന്ന സംഘം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മിത ഹരിദാസ് ആ സംഘത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ മാറി നിൽക്കുന്നില്ല, വീണ്ടും ആ സംഘത്തിനൊപ്പം ചേരും. അപ്പോൾ ഏറ്റവും പുതിയ പുലികളുടെ വിവരങ്ങൾ അപ്പോൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ LED പുലികൾ, അങ്ങനെ പറയാം, LED ലൈറ്റുകളൊക്കെ ധരിച്ചിരിക്കുന്ന പുലികളുണ്ട് ഇത്രേ. അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ സൂചനകൾ. നമുക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയയുമില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ കാത്തിരിക്കാം നമുക്ക്. ആ ഇരുട്ട് പരന്നു തുടങ്ങുമ്പോഴത്തേക്കും അത്തരത്തിൽ ലൈറ്റുകളൊക്കെ ഇട്ട പുലികൾ ഗംഭീര കാഴ്ചയായിരിക്കും എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ അതിനായുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. ഇനി അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് അയ്യന്തോൾ സംഘമുണ്ട്, ഒപ്പം തന്നെ മറ്റ് ഹാഷ്മി താജ് ഇബ്രാഹിം, എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ ഒരു സംഘത്തിനൊപ്പം ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പല സംഘങ്ങളായി തിരിഞ്ഞ് പല ദേശത്തിൻ്റെയും പുലികൾ മടകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഈ രീതിയിൽ സ്വരാജ് റൗണ്ടിനെ വലം വെച്ച് വരുമ്പോഴാണ് എത്രമാത്രം ഒരുക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സംഘത്തിനുണ്ടായിരുന്നു, അവരെന്തൊക്കെയാണ് പുതുതായി ഈ കപ്പടിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാവുക. അതോടൊപ്പം ഇവർക്ക് പിറകിലായി, ഓരോ സംഘത്തിനും പിറകിലായി നമുക്ക് വലിയ കെട്ടുകാഴ്ചകൾ കാണാം, വലിയ ആശയങ്ങൾ നിറച്ചിരിക്കുന്ന പല പ്ലോട്ടുകളും കാണാം. അതിനൊക്കെ പോയിന്റ് ഉണ്ട്, എല്ലാത്തിനും മാർക്കുണ്ട്. ഇതാ വയറിളക്കി നമ്മുടെ
കളിക്കുന്ന നമ്മുടെ മണികിലേക്ക് കളിക്കുന്ന ഒരുപാട് പുലികളെ കാണാം. കരിമ്പുലിയുടെ പുലിയാട്ടം, ഒപ്പം തന്നെ തൊട്ടുപിറകിൽ മഞ്ഞപ്പുലി, വയലറ്റ് പുലി, പിങ്ക് പുലി, അങ്ങനെ പച്ചപ്പുലി, അങ്ങനെ പല നിറത്തിലുള്ള നമ്മൾ കാണാത്ത തരത്തിലുള്ള അപൂർവങ്ങളായ അത്യപൂർവങ്ങളായ പുലികൾ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി നിരന്നിരിക്കുന്നു. സ്വരാജ് റൗണ്ടിൽ ഏറ്റവും നല്ല കാഴ്ച അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ പുലികളി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഒരു സ്ഥലത്തും ഇത്ര മനോഹരമായ രീതിയിൽ മനുഷ്യ പുലികളെ കാണാൻ കഴിയില്ല. അത് തൃശ്ശൂരിന്റെ മാത്രം പ്രത്യേകത എന്ന് നമുക്ക് പറയാം. മറ്റു രാജ്യങ്ങളിലൊക്കെ വലിയ കാർണിവലൊക്കെ സംഘടിപ്പിക്കാറുണ്ടെങ്കിലും ഇത് നമ്മുടെ സ്വന്തം കാർണിവലാണ്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഒരു കാര്യമാണ്. ഏറ്റവും പുതിയ നിറക്കാഴ്ചകളിലേക്ക് നമ്മൾ എത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.